2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റുമായി പഞ്ചായത്തുകൾ. കോതമംഗലം ബ്ലോക്കിന് കീഴിൽ കോട്ടപ്പടി പോത്താനിക്കാട് പഞ്ചായത്തുകളാണ് ബജറ്റ് അവതരണം നടത്തിയത്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ബജറ്റുകളാണ് ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത്. പോത്താനിക്കാട് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഏറെ പ്രാധാന്യം നൽകിയത് കാർഷിക മേഖലയ്ക്കാണ്. ക്ഷീരവികസനത്തിനാണ് രണ്ടാമതായി പ്രാധാന്യം നൽകിയിരിക്കുന്നത്. എന്നാൽ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് 10 ലക്ഷം രൂപ മാത്രമാണ്. ഈ തുക മേഖലയ്ക്ക് പര്യാപ്തമല്ല എന്ന തർക്കവും ഉയർന്നിരുന്നു. രണ്ടാമതായി പ്രാധാന്യം നൽകിയ ക്ഷീരമേഖലയ്ക്ക് 15,25,000 രൂപയാണ് വകയിരുത്തിയത്. മൃഗസംരക്ഷണത്തിനായി 7,39,000 രൂപയും, പാർപ്പിട മേഖലയ്ക്കായി 25 ലക്ഷം രൂപയും, ആരോഗ്യമേഖലയ്ക്കായി 21,75,400 രൂപയും, അംഗനവാടി പൂരക പോഷകാഹാരത്തിനായി 17 ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. പശ്ചാത്തല മേഖലയ്ക്കായി 1,16,70,000 രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. ആകെ 16 കോടി രൂപയുടെ ബജറ്റിൽ 15,71,36,840 രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ബാക്കി വരുന്ന 25 ലക്ഷം രൂപയോളം മിച്ചം വരുമെന്നാണ് കണക്കാക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലൂസി സന്തോഷാണ് ബജറ്റ് അവതരണം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് അധ്യക്ഷത വഹിച്ചു. മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും തന്നെ സന്നിഹിതരായിരുന്നു. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിലെ 2026-27 വാർഷിക ബജറ്റ് പ്രസിഡന്റ് ഉമേഷ് ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതി യോഗത്തിൽ വൈസ് പ്രസിഡന്റ് റംല മുഹമ്മദ് അവതരിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, ഉറവിട മാലിന്യ സംസ്കരണം, പ്രകൃതിക്ഷോഭം, കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ, ക്ഷീരവികസനം, മൃഗസംരക്ഷണം, ജലസേചന സ്രോതസ്സുകളുടെ നവീകരണം, ഭവന പുനരുദ്ധാരണം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സമഗ്ര പദ്ധതി തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകി 19,74,28,563 രൂപ വരവും 17,96,84,292 രൂപ ചെലവും 1,77,44,271 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് 12 ലക്ഷം രൂപയും, മൃഗസംരക്ഷണത്തിനായി 14 ലക്ഷം രൂപയും, ക്ഷീരവികസനത്തിന് 4.5 ലക്ഷം രൂപയും, ഭവന പരിഷ്കരണങ്ങൾക്കായി 37 ലക്ഷം രൂപയും, ലൈഫ് ഭവന നിർമ്മാണത്തിനായി 2.3 കോടി രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ വയോജനക്ഷേമം, കട്ടിൽ വിതരണവും പാലിയേറ്റീവ് കെയറും അടക്കമുള്ള പദ്ധതികൾ, ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, മാലിന്യ സംസ്കരണം, പുതുതായി തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുക, വിവിധ വാർഡുകളുടെ നിലവിലെ റോഡുകളുടെ നവീകരണം തുടങ്ങിയ പദ്ധതികൾക്കായും തുക വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.